ഫസ്റ്റ് ടേക്കാട്ടോ. ഇതെങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഓർക്കണേ. ഈ ആംഗിളൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ തുടങ്ങാം. ഹലോ ഗൈസ്, ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തുടങ്ങോ? ഇതിങ്ങനെ പിടിക്കാൻ ചില്ലറ പാടല്ലോട്ടെ. ഇവരൊക്കെ ഇതെങ്ങനെ പിടിക്കണേ? എന്താണേലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് കുറേ വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം അപ്ലോഡ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യുമെങ്കിലും കുറേ നാളെന്ന് പറഞ്ഞാൽ കുറച്ചധികം നാളത്തെ ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് ഉള്ളത്. കറക്റ്റ് പറയുകയാണെങ്കിൽ 2017 തൊട്ട് ഉള്ളൊരാഗ്രഹമായിരുന്നു എനിക്ക്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ, നല്ല ഫോണില്ല, അല്ലെങ്കിൽ നല്ലൊരു ഫോൺ മേടിച്ചിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് തുടങ്ങാം, മൈക്കില്ല, ഓരോരോ റീസൺസ്. പക്ഷെ അതൊന്നൊരു റീസൺ അല്ലായിരുന്നു. മടി കാര്യങ്ങൾ, ആഗ്രഹം ഉണ്ടെങ്കിലും ആഗ്രഹത്തെ കുറച്ചധികം മടി നിന്നതുകൊണ്ടും പിന്നെ കുറച്ച് സാഹചര്യങ്ങളൊന്നും അനുകൂലം അല്ലാത്തതുകൊണ്ടും ആ ഒരു മേഖലയിലേക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങോട്ട് തുടങ്ങാനുള്ള കുറെ തടസ്സം പറയില്ലേ. പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാന്ന് പറഞ്ഞ പോലെ. എന്താ ഓരോ ന്യൂ ഇയർ വരുമ്പോഴൊക്കെയാണ് ഈ ന്യൂ ഇയറിന് എന്താണെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങും. അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ദൈവം സഹായിച്ച് കുറച്ച് വെക്കേഷനും അവധിയൊക്കെ കൂടുതൽ കിട്ടും. അപ്പം അങ്ങനെ ഒരു 3-4 ദിവസമൊക്കെ അവധി അടുപ്പിച്ച് കിട്ടുമ്പോൾ റീൽസ് ഒക്കെ ഞാൻ ചെയ്യും. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങണം. അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങും. ഓരോ ദിവസം കിടക്കുമ്പോൾ നാളെ എന്താണെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സ്റ്റാർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയൊക്കെ എല്ലാം സെറ്റായിട്ട് കിടക്കും. പക്ഷെ എന്തൊക്കെയോ അതുകൊണ്ട് അതങ്ങ് തട്ടിമാഞ്ഞു പോകും. ഒന്നും നടക്കില്ല. അടുത്ത വർഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കറക്റ്റ് 10 വർഷത്തെ ആഗ്രഹം സഫലമായി എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അടുത്ത വർഷത്തേക്ക് ഞാൻ നോക്കി നിൽക്കുന്നില്ല. ഇന്നിപ്പോ സമയം കറക്റ്റ് പറഞ്ഞാല് 12:21 കേട്ടോ. 16-ാം തീയതി ആയേ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? ഇത് കാണാൻ പറ്റാത്ത. ഇത് ക്യാമറ തിരിച്ചു പിടിച്ചേക്കുന്ന കാരണമായിരിക്കും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അതെന്തേലും ആട്ടെ. അപ്പൊ ഇപ്പം ഞാനുള്ളത് കുവൈറ്റിലാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഇതനുസരിച്ച് നാളെ ഇപ്പം നമ്മുടെ കൊല്ലവർഷം എന്നൊക്കെ പറയുന്ന പോലെ ഹിജ്റ വർഷം അല്ലെങ്കിൽ ന്യൂ ഇയർ, ഇസ്ലാമിക് ന്യൂ ഇയർ നാളെ അവധിയായിട്ടുള്ളൊരു ദിവസമാണ്. ഇസ്ലാമിക് ന്യൂ ഇയർ ഉള്ള ആ ദിവസമാണ്. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതാ. എല്ലാം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ നാക്ക് വരെ ഇങ്ങനെ കുഴഞ്ഞു പോണു. കുറേ മിസ്റ്റേക്ക് കാണും. പക്ഷെ എന്നാലും കുറേ ഓർമ്മയുള്ളൊരു വീഡിയോ ആയിട്ട് ഇത് ഞാൻ എന്താണേലും പോസ്റ്റ് ചെയ്യും കേട്ടോ. കുറേ കറക്ഷനും കാര്യങ്ങളും നിങ്ങൾക്ക് കാണുമ്പോൾ ബോറൊക്കെ അടിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു മെമ്മറബിളും ഭയങ്കര ഒരു എന്താ പറയുക, കുറേ ഫീലിങ്സ് ഒക്കെ ഉള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. എനിക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും 100%. പക്ഷേ എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഇപ്പം ഈ ഒരു 12-12 കഴിഞ്ഞ സമയം പെട്ടെന്ന് നാളെ എന്താണെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങണം, മടി പിടിക്കണം. പക്ഷെ അറിയത്തില്ല. ഇപ്പം ഞാൻ ഡേറ്റ് പറയുന്നുണ്ടല്ലോ, 16/6 വെളുപ്പിന് 12:30 ടൈം. പക്ഷെ ഇത് ഞാൻ ഇടുവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ നാൾ കഴിഞ്ഞിട്ടിടുമ്പം ഒരു ക്ലിപ്പായിട്ട് ഇത് ആഡ് ചെയ്യോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്താണേലും വീഡിയോ എടുത്ത് വെച്ചേക്കാം, ഉപകാരപ്പെട്ടാലോ. അപ്പോൾ എന്താണേലും ഒരു യൂട്യൂബ് ചാനൽ നാളെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, എല്ലാ സംഭവമൊക്കെ ചെയ്തേക്കണം കേട്ടോ. ഇന്നാണേലും എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുക്കണം, ഇന്ന് തന്നെ അത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മടക്കിരുന്നാരോ പറയുന്ന പോലെ. അപ്പോൾ ഒരാഗ്രഹം. പിന്നെ ഇതിപ്പം ക്ലച്ച് ആകുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, സക്സസ് ആകുമെന്ന് അറിയത്തില്ല. പിന്നെ എല്ലാം ഒരു വിശ്വാസമല്ലേ. ഇനിയിപ്പോൾ സക്സസ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു മെമ്മറി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് പിന്നീട് എടുത്ത് നോക്കാനാണെങ്കിൽ, എനിക്ക് സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ ഒരു ഡയറിയിൽ എഴുതുന്ന പോലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു പുതിയ തുടക്കം. ഓക്കെ, പിന്നെ at another episode of ഐശ്വര്യ മംഗലത്ത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് വരാൻ നോക്കാം. ശരി, കാണാം. ഇനി എന്താണേലും കിടന്നുറങ്ങട്ടെ.